ഹലോ, എല്ലാവർക്കും ബയോസിന്റെ HSST ബോട്ടണി ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 1 ഫൈക്കോളജിയിലെ ക്ലോറോഫൈറ്റ എന്ന ഡിവിഷനാണ്. അതിൽ ഉൾപ്പെടുന്ന ക്ലോറോഫൈറ്റ എന്ന ക്ലാസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സയാനോഫൈറ്റ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലോറോഫൈറ്റ. പോകാം വീഡിയോയിലേക്ക്. ഡിവിഷൻ ക്ലോറോഫൈറ്റ്, ഇതിൽ തന്നെയാണ് ക്ലാസ് ക്ലോറോഫൈറ്റ അല്ലെങ്കിൽ ക്ലോറോഫൈസി എന്ന ഗ്രൂപ്പ് ഉൾപ്പെടുന്നത്. പല സയന്റിസ്റ്റുകളും പല രീതിയിലാണ് ഇവയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. ചില സയന്റിസ്റ്റുകൾ ക്ലാസ് ക്ലോറോഫൈറ്റ എന്നും ചിലത് ഡിവിഷൻ ക്ലോറോഫൈറ്റ എന്ന പേരിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഡിവിഷൻ ക്ലോറോഫൈറ്റിൽ വരുന്ന ഓർഗാനിസിന്റെ ഏകദേശം 20,000 സ്പീഷീസ് വരുന്നുണ്ട്. അതിലെല്ലാം സിംഗിൾ ക്ലാസ്, അതായത് ഒറ്റ ക്ലാസ് ആയ ക്ലോറോഫൈസി എന്ന ക്ലാസ്സിനകത്താണ് ഈ എല്ലാ സ്പീഷീസിനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ സ്പീഷീസുകളും യൂക്യാരിയോട്സ് ആണ്, ക്ലിയർ ന്യൂക്ലിയസ് ഉള്ളവരാണ്, മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ് ഉള്ളവരായിരിക്കും. അതായത് മറ്റ് സെൽ ഓർഗനൽസ് ലൈക്ക് മൈറ്റോകോൺട്രിയ, ഗോൾജി കോംപ്ലക്സ്, ക്ലോറോപ്ലാസ്റ്റ് തുടങ്ങിയ മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ് എല്ലാം കാണപ്പെടുന്ന യൂക്യാരിയോട്ടിക് ഫോംസ് വരുന്ന ഗ്രൂപ്പാണ് ക്ലോറോഫൈറ്റ് എന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നത്. ഇവരെല്ലാത്തിലും പ്രത്യേകത പ്ലാസിസ് ഉള്ളവരായിരിക്കും. ക്ലോറോപ്ലാസ്റ്റ് എന്നല്ലെങ്കിൽ ഗ്രീൻ പിഗ്മെന്റ് ഉൾപ്പെടുന്ന ക്ലോറോപ്ലാസ്റ്റ് ഉള്ളവരായിരിക്കും. ഒക്കറൻസ് എവിടെ കാണപ്പെടുന്നു വെച്ചാൽ മോസ്റ്റ്ലി അക്വാട്ടിക്, മെജോറിറ്റി ഫോംസും അക്വാട്ടിക് ഹാബിറ്റാറ്റിൽ ജീവിക്കുന്നവരാണ്. എന്നാൽ ചിലത് സബ്ഏരിയൽ ഫോംസ് ഉണ്ട്. ചില സ്പീഷീസുകൾ സബ്ഏരിയൽ ഫോംസ് കാണപ്പെടുന്നുണ്ട്. അതായത് മോയിസ്റ്റർ ആയിട്ടുള്ള സിറ്റുവേഷൻസ്, അതായത് പാറകളിലോ മരത്തിന്റെ ബാർക്ക് മരപ്പട്ടയിലോ ഒക്കെ മോയിസ്റ്റർ കണ്ടീഷൻസിൽ വളരുന്ന ചില സബ്ഏരിയൽ ഫോംസും കാണപ്പെടുന്നു. അതിന് എക്സാമ്പിൾ ആണ് പ്രോട്ടോകോക്കസ് എന്ന സ്പീഷീസ്. അതായത് എപ്പിഫൈറ്റിക് ആയിട്ടാണ് വളരുന്നത്. പ്ലാന്റ്സിന്റെ ബോഡിയിൽ വളരുന്ന മറ്റു പ്ലാന്റ്സ്, അതായത് മറ്റേതെങ്കിലും പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് വളരുന്ന പ്ലാന്റുകളെയാണ് നമ്മൾ എപ്പിഫൈറ്റിക് പ്ലാന്റ് എന്ന് പറയുന്നത്. സീവീഡ്സിലോ കടൽ പായലുകളിലോ അല്ലെങ്കിൽ കടൽ കളകളിലോ അതുപോലെ തന്നെ ബാർക്ക് മറ്റ് മരങ്ങളുടെ ബാർക്കിലോ പറ്റിപ്പിടിച്ച് വളരുന്ന ഒരു സ്പീഷീസ് ആണ് പ്രോട്ടോകോക്കസ്. ക്ലോറല്ല, ക്ലോറല്ല നമുക്ക് എല്ലാവർക്കും അറിയാം, യൂണിസെല്ലാർ ആയിട്ടുള്ള ഒരു ഗ്രീൻ ആൽഗയാണ്. ഫോട്ടോസിന്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കാൽവിൻ സൈക്കിൾ, അതിന്റെ മെൽവിൻ കാൽവിൻ എക്സ്പെരിമെന്റൽ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിച്ചത് ക്ലോറല്ല എന്ന ഗ്രീൻ ആൽഗയാണ്. ഇതൊരു ചില സ്പീഷീസ്, ഇതിന്റെ ചില സ്പീഷീസുകൾ, ചില സ്ട്രെയിനുകൾ തെർമോഫിലിക് ആണ്. ഹൈ ടെമ്പറേച്ചറിലും ജീവിക്കാൻ കഴിയുന്ന ചില ക്ലോറല്ല സ്പീഷീസുകളും കണ്ടെത്തിയിട്ടുണ്ട്. ചില സ്പീഷീസ് ക്ലാമിഡോമോണസിന്റെ സ്പീഷീസുകളും ക്ലോറോകോക്കേൽസിന്റെ സ്പീഷീസുകളും സ്നോയിൽ, മഞ്ഞിൽ കാണപ്പെടുന്നുണ്ട്. മഞ്ഞിലൊക്കെ മഞ്ഞ് മൂടിയ പ്രദേശങ്ങളിൽ പറ്റിപ്പിടിച്ച് വളരുന്ന ക്ലാമിഡോമോണസിന്റെയും ക്ലോറോകോക്കേൽസിന്റെ സ്പീഷീസുകൾ ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഓർക്കുക, ക്ലാമിഡോമോണസ് പഴയ ക്ലാസിഫിക്കേഷനിലാണ് ഈ ഗ്രീൻ ആൽഗകൾ ഉൾപ്പെടുത്തുന്നത്. പുതിയ ക്ലാസിഫിക്കേഷൻ വന്നപ്പോൾ കിങ്ഡം ഫോർട്ടിസിലോട്ട് അതിനെ മാറ്റിയിട്ടുണ്ട്. സെഫലൂറസ് വൈറൻസസ് എന്നൊരു സ്പീഷീസ് ഉണ്ട്. പ്രത്യേകത അത് പാരസൈറ്റ് ആയിട്ടുള്ള ഒരു ആൽഗയാണ്. ഇപ്പൊ ക്ലോറോഫൈറ്റിൽ വരുന്ന ഒരു പാരസൈറ്റിക് സ്പീഷീസ് ആണ് സെഫലൂറസ് വൈറൻസ്. ഇത് സാധാരണ കാണപ്പെടുന്നത് തേയില ചെടി, നമ്മുടെ ടീ പ്ലാന്റിന്റെ ഉണ്ടാകുന്ന ഡിസീസ് ആണ്, റെഡ് ക്രസ്റ്റ് ഓഫ് ടീ എന്നറിയപ്പെടും. അതിന് കാരണമാകുന്ന ഒരു പാരസൈറ്റ് ആണ് സെഫലൂറസ് വൈറൻസ് എന്ന് പറയും. അതുപോലെ തന്നെ സെഫലൂറസ് പാരസൈറ്റിക് എന്ന മറ്റൊരു സ്പീഷീസ് ഉണ്ട്. ഇതും പാരസൈറ്റ് ആണ്. ഗ്രേപ്സില്, മുന്തിരികളിലെ ബ്രൗൺ ക്രസ്റ്റിന്റെ കാരണമാകുന്നത് ഈ സ്പീഷീസ് ആണ്. കോളിയോകീറ്റെ നീറ്റെല്ലാർ, കോളിയോകീറ്റെ നീറ്റെല്ലാർ സ്പീഷീസിന്റെ പ്രത്യേകത എൻഡോഫൈറ്റിക് ആണ്. അത് മറ്റു പ്ലാന്റ്സില് ഉള്ളിലായിട്ട് കാണപ്പെടുന്നത്. എൻഡോഫൈറ്റിക് എന്ന് പറയുമ്പോൾ ബോഡിക്ക്, ഹോസ്റ്റിന്റെ ബോഡിയിൽ ഉള്ളിലായിട്ട് കാണപ്പെടുന്ന അർത്ഥം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, യുണീസെൽ ആയിട്ടുള്ള മറ്റ് ആളുകളോട് കൂടെ ചേർന്ന് വളരുമ്പോൾ അത് എൻഡോഫൈറ്റിക് എന്ന പേരാണ് അറിയപ്പെടുന്നത്. ക്ലാഡോഫോറ ക്രിപ്സോസ, ക്രിപ്സോസ എന്ന സ്പീഷീസ്, ക്ലാഡോഫോറയുടെ സ്പീഷീസിന്റെ പ്രത്യേകത അത് എപ്പിസോയിക് ആൽഗകളാണ്. എപ്പിസോയിക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആനിമൽസിന്റെ ബോഡിയിൽ പറ്റിപ്പിടിച്ച് വളരുന്ന ആൽഗകളായിരിക്കും. അതായത് അക്വാട്ടിക് ആനിമൽസിന്റെ ഷെല്ല്, ആനിമൽസിന്റെ ഷെല്ലുണ്ടല്ലോ, ആ ഷെല്ലിനൊക്കെ പുറത്ത് പറ്റിപ്പിടിച്ച് വളരുന്ന ആൽഗകളായിരിക്കും. അതുപോലെ ക്ലോറല്ല, ക്ലോറല്ലയുടെ മറ്റൊരു സ്പീഷീസ് ആണ്. ഇത് എൻഡോസോയിക് ആൽഗയാണ്. അതായത് ഹൈഡ്ര പോലുള്ള അനിമൽസിന്റെ ബോഡിക്ക് ഉള്ളിലായിട്ട്, ക്യാവിറ്റിക്ക് ഉള്ളിലായിട്ടൊക്കെ വളരുന്ന ആൽഗയാണ് ക്ലോറല്ല. അതുപോലെ കാരേഷ്യം എന്നൊരു മറ്റൊരു സ്പീഷീസ്, അതൊരു എപ്പിസോയിക് ആൽഗയാണ്. എപ്പിസോയിക് എന്താണ്? ആനിമൽസിന്റെ ബോഡിയിൽ പറ്റിപ്പിടിച്ച് വളരുന്നത് തന്നെയാണ്. അതായത് ആന്റിനോ മൊസ്കിറ്റോ, കൊതുകളുടെ ആന്റിനയിൽ പറ്റിപ്പിടിച്ച് വളരുന്നു. അതുപോലെ എപ്പിഫൈറ്റിക് പ്ലാന്റ് ആയിട്ട് പറ്റിപ്പിടിച്ച് വളരുന്ന പ്ലാന്റ് ആണ് കാരേഷ്യം എന്ന ആൽഗെ. ചില ആളുകൾ ലൈക്കന്റെ കൂടെ ചേർന്ന് കാണും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഗ്രീൻ ആളുകൾ മെജോറിറ്റിയും ചില ഫംഗസുമായിട്ട് ചേർന്ന് സിംബിയോട് റിലേഷനിലൂടെ കാണപ്പെടുന്നത് നമ്മൾ ലൈക്കൺ എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെ? പഠിച്ചിട്ടുള്ളതാണ്. താലസ് സ്ട്രക്ചർ, ഗ്രീൻ ആളുകളുടെ താലസിന്റെ പ്രത്യേകത സം ഓഫ് ദം ആർ യൂണിസെല്ലുലർ, ഒറ്റ സെല്ലുള്ള ഫോംസ്, യൂണിസെല്ലർ ഫോംസ് ഉണ്ടായിരിക്കും. സം ഓഫ് ദം ആർ മോട്ടൈൽ, ചിലത് ചലിക്കാൻ കഴിയുന്ന മോട്ടൈൽ ഫോംസ് ആയിരിക്കും. അതിന് എക്സാമ്പിൾ ആണ് ക്ലാമിഡോമോണാസ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ കിങ്ഡം പ്രോട്ടിസ്റ്റ. അതുപോലെ മറ്റൊരു യൂണിസെല്ലർ ഫോംസ് ആണ് നോൺ മോട്ടൈൽ ഫോംസ് ആണ്, ഫ്ലജെല്ല ഒന്നും ഇല്ലാത്ത
ഒരു നോൺ മോട്ടൈൽ ഫോം ആണ് ക്ലോറല്ല എന്ന സ്പീഷീസ്. സം ഓഫ് ദം ആർ കോളനിയൽ നേച്ചർ. ചില ആളുകളുടെ പ്രത്യേകത കോളനി ആയിട്ട് കാണുന്നു. കുറെ സെല്ലുകൾ ചേർന്ന് ഒരു ഗ്രൂപ്പായിട്ട് കോളനി ആയിട്ട് കാണപ്പെടുന്നുണ്ട്. അതിൽ മോട്ടൈൽ കോളനീസ് ഉണ്ട്, അതായത് ചലിക്കാൻ കഴിയുന്ന ഫ്ലജല്ലുള്ള കോളനി ആയിട്ട് കാണപ്പെടുന്ന എക്സാമ്പിൾസ് ആണ് ഗോണിയം, പാൻഡോറിന, വോൾവോക്സ്. കുറച്ചുകൂടെ ഹൈലി ഡെവലപ്ഡ് കോളനിയാണ് വോൾവോക്സ് കാണിക്കുന്നത്. പിന്നെ യുഡോറിന. ഈ സ്പീഷീസ് എല്ലാം മോട്ടൈൽ കോളനികളായിട്ടുള്ള സ്പീഷീസുകളായി. എന്നാൽ നോൺ മോട്ടൈൽ കോളനികളായിട്ടുള്ള സ്പീഷീസും കാണപ്പെടുന്നുണ്ട്. പീഡിയാസ്ട്രം, ഹൈഡ്രോഡിക്യൂൺ തുടങ്ങിയതെല്ലാം കുറച്ചുകൂടെ കോളനി ഫോംസ് ആയിരിക്കും, നോൺ മോട്ടൈൽ ഫോംസ് ആയിരിക്കും. കുറച്ചുകൂടെ ഓർഗനൈസേഷൻ ഹയസ്റ്റ് സ്റ്റേറ്റ് കാണിക്കും. മറ്റൊരു പ്രത്യേകത, ഈ കോളനി ഫോർമേഷൻ ഒരു പേര് അറിയപ്പെടുന്നുണ്ട്, സീനോബിയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതായത് ഇവിടെ ഒരു പ്രത്യേകതരം കോളനി ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇത് സെല്ലുകൾ ഫിക്സഡ് നമ്പർ ഓഫ് സെൽസ് അല്ലെങ്കിൽ മാസീവ് നമ്പർ ഓഫ് സെൽസ് ചേർന്ന് അഗ്രഗേറ്റ് ചെയ്ത് കാണപ്പെടുന്ന ഒരു പ്രത്യേക ബോഡി ആയിട്ട് കാണപ്പെടുന്ന ഈ ഒരു കോളനി ഫോർമേഷനാണ് സീനോബിയം കണ്ടീഷൻ എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ സെൽ ഡിവിഷൻ കഴിഞ്ഞ് ഒരുമിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സിംഗിൾ യൂണിറ്റ് ആയിട്ട് ഒരുമിച്ചായിരിക്കും ഇവർ എപ്പോഴും ഫംഗ്ഷൻ നിലനിർത്തുന്നത്. അതായത് ഒറ്റ ഗ്രൂപ്പായിട്ട് ഒരു യൂണിറ്റ് പോലെ തന്നെയായിരിക്കും എപ്പോഴും ആക്ട് ചെയ്ത് കാണപ്പെടുന്നത്. അങ്ങനെ അത്തരം കോളനികളാണ് സീനോബിയം എന്ന് അറിയപ്പെടുന്നത്. എക്സാമ്പിൾ വോൾവോക്സും പീഡിയാസ്റ്റും ഒക്കെ അങ്ങനെയുള്ളൊരു പ്രത്യേക സീനോബിയം കോളനി കാണിക്കുന്നവരാണ്. താലസിന്റെ മറ്റ് സ്ട്രക്ചേഴ്സ് നോക്കാം. ചില താലസുകൾ സൈഫണേഷ്യസ് അല്ലെങ്കിൽ സീനോസൈറ്റ് താലസ് കാണിക്കുന്നവരാണ്. എന്താണ് സീനോസൈറ്റ്? മൾട്ടി ന്യൂക്ലിയേറ്റ് കണ്ടീഷനുള്ള താലസുകൾ കാണിക്കും. അത് നമ്മൾ സൈഫണേഷ്യസ് താലസ് എന്നറിയപ്പെടുന്നത്. അതായത് ചില യൂണിസെല്ലർ താലസുകൾ എൻലാർജ് ചെയ്തിട്ട് ഒരു ലോങ് ആയിട്ടുള്ള സ്ട്രക്ചർ ഫോം ചെയ്യും. നോൺ സെപ്റ്റേറ്റ് മൾട്ടി ന്യൂക്ലിയേറ്റ് ഫോർമേഷനിലായിരിക്കും കാണപ്പെടുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് അസറ്റബുലറി പറയും. ഈ അസറ്റബുലറി കുറച്ച് ലോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു സെല്ലിൽ കാണപ്പെടുന്ന ആളുകളാണ്. പ്രത്യേകത ഒറ്റ സെല്ല് തന്നെയാണ്. ഇതിന്റെ ഇടയ്ക്ക് സെല്ല് ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് സെപ്റ്റം എന്ന ക്രോസ് വാൾ ഒന്നും ഫോം ചെയ്യാതെ ലോങ് ആയിട്ട് ഫോം ചെയ്ത് പോകുമ്പോൾ മൾട്ടി ന്യൂക്ലിയർ കണ്ടീഷനിലായിരിക്കും കാണപ്പെടുന്നത്. അവിടെ സെല്ലുകൾ ഡിവൈഡ് ചെയ്തല്ല കാണപ്പെടുന്നത്, സെല്ലുകൾ എൻലാർജ് ചെയ്യുന്നതിന് ഫലമായിട്ട് സെപ്റ്റം ഇല്ലാതെ എൻലാർജ് ചെയ്യുമ്പോൾ മൾട്ടി ന്യൂക്ലിയർ കണ്ടീഷനിൽ അല്ലെങ്കിൽ ട്യൂബുലാർ സ്ട്രക്ചറിൽ കാണപ്പെടും. അതിന് എക്സാമ്പിൾ ആണ് അസറ്റബുലേറിയ, കാരേഷ്യം, കോളർപ്പ, പ്രോട്ടോസിഫോൺ തുടങ്ങിയതെല്ലാം ഒരു സെല്ല് തന്നെ ഇലോങ്ങേറ്റ് ചെയ്താണ് കാണപ്പെടുന്നത്. അപ്പൊ അവിടെ സെപ്റ്റംസ് ഒന്നും ഫോം ചെയ്യാത്തത് കൊണ്ട് തന്നെ ഒന്നിൽ കൂടെ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തുണ്ടാവുകയും മൾട്ടി ന്യൂക്ലിയർ കണ്ടീഷനിൽ കാണപ്പെടുകയും ചെയ്യും. സം ഓഫ് ദം ആർ മൾട്ടി സെല്ലുലാർ ഫിലമെന്റസ് ഫോംസ്. കുറച്ചുകൂടെ അഡ്വാൻസ് ടൈപ്പിലൂടെ എത്തുമ്പോൾ സെല്ലുകൾ ചേർന്ന് ഒരു ഫിലമെന്റുകൾ പോലെ കാണപ്പെടുന്ന ഫിലമെന്റ് നേച്ചറിൽ കാണപ്പെടുന്ന ആളുകളും ഉണ്ടായിരിക്കും. അതിന് എക്സാമ്പിൾ ആയിട്ടാണ് സിമ്പിൾ ഫിലമെന്റ് ആയിട്ട് കാണുന്ന എക്സാമ്പിൾ ആണ് സ്പൈറോഗേറ, യൂളോത്രിക്സ്, ഊഡഗോണിയം. അതൊക്കെ ഫിലമെന്റൽ കോളനി. അത് ഫിലമെന്റസ് കോളനി എന്ന് പറയുമ്പോൾ ആ ചിത്രത്തിൽ കാണുന്ന സ്പൈറോഗേറ നോക്കുക, അതിൽ കുറെ സെല്ലുകൾ ചേർന്ന് ഒരൊറ്റ ലോങ് ഫിലമെന്റ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അതാണ് സിമ്പിൾ ഫിലമെന്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. എന്നാൽ അതിൽ തന്നെ ബ്രാഞ്ച് കണ്ടീഷൻ, ആ ഫിലമെന്റുകളിൽ നിന്ന് വീണ്ടും ബ്രാഞ്ചസ് ഉണ്ടാകുന്ന ടൈപ്പുകളുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് ബൾബോകീറ്റെ, കീറ്റോഫോറ, ക്ലാഡോഫോറ തുടങ്ങിയതെല്ലാം ബ്രാഞ്ചഡ് ആയിട്ടുള്ള ഫിലമെന്റൽ കോളനീസ് കാണിക്കുന്നതാണ്. ചിലത് ഫോളിയേഷ്യസ് താലസ്, ലീഫ് ലൈക്ക് ഇങ്ങനെ പരന്ന് ഫ്ലാറ്റൻഡ് ലീഫ് ലൈക്ക് സ്ട്രക്ചറിൽ കാണപ്പെടുന്ന ഗ്രീൻ ആളുകളുണ്ട്. എക്സാമ്പിൾ ആണ് അൾവ. അൾവ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. കാണുന്ന ചിത്രത്തിൽ കാണാം ഒരു പരന്ന് ലീഫി അപ്പിയറൻസിൽ കാണപ്പെടുന്ന ആളുകളും ഉണ്ട്. സം ഓഫ് ദം ആർ ഹെറ്ററോട്രൈക്കസ് ഫിലമെന്റസ് ഇൻ നേച്ചർ. അതായത് ചില ആളുകളുടെ താലസിന്റെ പ്രത്യേകത ബ്രാഞ്ചഡ് ആയിരിക്കും. അതിൽ പ്രത്യേകതരം ഫിലമെന്റുകൾ രണ്ട് ഡിഫറെന്റ് ഫോംസിലൊക്കെ കാണപ്പെടുന്ന രീതിയിലുള്ള നേച്ചറുള്ള താലസുള്ള ആളുകളുണ്ട്. അതാണ് ഹെറ്ററോട്രൈക്കസ് ഫിലമെന്റസ് നേച്ചറിൽ എന്നുള്ളത്. അതിന് കുറച്ച് എക്സാമ്പിൾ ആണ് കീറ്റോഫോറൽസ് എന്ന ആളുകളെല്ലാം എക്സാമ്പിൾ ആണ്. മോസ്റ്റ് അഡ്വാൻസ്ഡ് ടൈപ്പ് ആളുകളായിരിക്കും. പ്രത്യേകത ഇവർക്ക് രണ്ടു തരം സിസ്റ്റം കാണാൻ കഴിയും. ഒരു പ്രോസ്ട്രേറ്റ് സിസ്റ്റവും ഒരു ഇറക്റ്റ് സിസ്റ്റവും കാണാൻ കഴിയും. അതായത് തറയിലൂടെ പ്രോസ്ട്രേറ്റ് ആയിട്ട് പോകുന്ന അല്ലെങ്കിൽ സബ്സ്ട്രേറ്റിൽ നിന്ന് പ്രോസ്ട്രേറ്റ് ആയിട്ട് കാണപ്പെടുന്ന ഒരു ബോഡിയും പിന്നെ അതിൽ നിന്ന് മുകളിലോട്ട് ഇറക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ബോഡി, അങ്ങനെ രണ്ടു തരം ഫിലമെന്റസ് ബോഡീസ് കാണാൻ കഴിയും. പ്രോസ്ട്രേറ്റ് സിസ്റ്റവും ഇറക്റ്റ് സിസ്റ്റവും. അതിന് എക്സാമ്പിൾ ഒന്നാമത് നോക്കാം, സ്റ്റീജിയോക്ലോണിയം. സ്റ്റീജിയോക്ലോണിയം എന്ന കീറ്റോഫോറൽസ് എന്ന ആൽഗയാണ്. അതിന്റെ എക്സാമ്പിൾ പ്രത്യേകിച്ച ഈ രണ്ട് സിസ്റ്റവും വെൽ ഡെവലപ്ഡ് ആയിരിക്കും. രണ്ടും വെൽ ഡെവലപ്ഡ് കണ്ടീഷൻ നമുക്ക് കാണാൻ കഴിയും. അത് ആ ചിത്രം നോക്കുക, പ്രോസ്ട്രേറ്റ് സിസ്റ്റം കാണാം, അതിൽ നിന്ന് ഇറക്റ്റ് ആയിട്ടുള്ള ബ്രാഞ്ച് സിസ്റ്റം കാണാൻ കഴിയും. ഇത് രണ്ടും ഡെവലപ്ഡ്, മോസ്റ്റ്ലി അഡ്വാൻസ്ഡ് നേച്ചറിൽ തന്നെയാണ് കാണപ്പെടുന്നത്. എന്നാൽ ഫ്രിച്ചില എന്ന മറ്റൊരു കീറ്റോഫോറൽസ് എന്ന ആൽഗയാണ്. കുറച്ചുകൂടെ ഇറക്റ്റ് സിസ്റ്റം അഡ്വാൻസ്ഡ് ആണ്. ചിത്രം നോക്കുക, നമ്മുടെയൊക്കെ ചെടികളിൽ പോലെ കാണുന്നത് ബ്രാഞ്ചഡ് ആയിട്ടുള്ള നല്ലൊരു അഡ്വാൻസ്ഡ് ഇറക്റ്റ് സിസ്റ്റം കാണപ്പെടുന്നുണ്ട്. അതുപോലെ അതിൽ നിന്ന് തന്നെ പ്രൈമറി ആൻഡ് സെക്കൻഡറി പ്രോസസ്സിംഗ് സിസ്റ്റവും
കാണപ്പെടുന്നുണ്ട്. അതിന് ലാസ്റ്റ് ചിത്രം നോക്കുക. അതായത് പ്രോസ്ട്രേറ്റ് സിസ്റ്റത്തിൽ നിന്ന് തന്നെ ഒരു പ്രൈമറി ദെൻ സെക്കൻഡറി സ്ട്രക്ചർ ഉണ്ടാകും. അതിൽ നിന്നും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടായിരിക്കും എറക്ട് സിസ്റ്റം ഉണ്ടാകും. അങ്ങനെ കുറച്ച് അഡ്വാൻസ്ഡ് നേച്ചറുള്ള ആൽഗകളും ഈ ഗ്രൂപ്പിൽ വരുന്നു. കുറച്ച് എക്സെപ്ഷണൽ കേസ് നോക്കാം. മൈക്രോ താംനിയോൺ എന്നൊരു ആൽഗയുടെ പ്രത്യേകത, ആ ആൽഗയില് പ്രൊജക്റ്റിംഗ് സിസ്റ്റം, അതായത് മുകളിലോട്ട് നിൽക്കുന്ന എറക്ട് സിസ്റ്റം തന്നെയാണ് പ്രൊജക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അത് കംപ്ലീറ്റ്ലി ലാക്സ് ആയിരിക്കും, ആബ്സെന്റ് ആയിട്ട് കാണപ്പെടും. പ്രോസ്റ്റേറ്റ് സിസ്റ്റം മാത്രമേ കാണപ്പെടുന്നുള്ളൂ. കോളിയോകീറ്റയുടെ പ്രത്യേകത എറക്ട് സിസ്റ്റം കുറച്ചുകൂടെ റെഡ്യൂസ്ഡ് സ്റ്റേറ്റിലായിരിക്കും കാണപ്പെടുന്നത്. എൻഡോഡിറിയ എന്ന മറ്റൊരു ആൽഗയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ആ സ്പീഷീസ് എൻഡോഫൈറ്റിക്കുമായിരിക്കും, അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് സിസ്റ്റം മാത്രം ഉള്ളവരായിരിക്കും. ക്ലോറോഫൈറ്റ ആൽഗയുടെ സെൽ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. നേക്കഡ് പ്രോട്ടോപ്ലാസ്റ്റ് കാണപ്പെടുന്ന ചില പ്രിമിറ്റീവ് ഫോംസ് ഉണ്ടെന്ന് കണ്ടെത്തിയിട്ട്, അതായത് സെൽവാൾ ഇല്ലാതെ സെൽ മെമ്പറൈൻ മാത്രമുള്ള നേക്കഡ് പ്രോട്ടോപ്ലാസ്റ്റുള്ള ഫോംസ് പ്രിമിറ്റീവ് ആയിട്ടുള്ള ആൽഗകളിൽ ഫ്ലജല്ലേറ്റഡ് ഫോംസിൽ കാണപ്പെട്ടിരുന്നത് കണ്ടെത്തിയിട്ടുണ്ട്. സെൽവാൾ ഉള്ളതാണ് ബാക്കി എല്ലാ ടൈപ്പും. അപ്പൊ സെൽവാന്റെ നേച്ചർ എന്താണെന്ന് നോക്കാം. സെൽവാന് ഒരു ഔട്ടർ ലെയറും ഒരു ഇന്നർ ലെയറും കാണും. ഔട്ടർ ലെയർ നിർമ്മിച്ചിരിക്കുന്നത് പെക്ടോസുകൾ കൊണ്ടായിരിക്കും, അതായത് പ്രോട്ടോപ്ലാസ്റ്റ് ഡയറക്റ്റ് സെക്രീറ്റ് ചെയ്യുന്ന പെക്ടോസിന്റെ ഒരു ഔട്ടർ ലെയറും, പിന്നെ ഇന്നർ ലെയർ എന്ന് പറയുന്നത് മെയിൻലി കമ്പോസ്റ്റ് ഓഫ് സെല്ലുലോസ് ആയിരിക്കും, കൂടെ കാലോസ് അല്ലെങ്കിൽ പെക്റ്റിൻ അങ്ങനെയുള്ള മെറ്റീരിയൽസ് കാണും. അത് ഓരോ ഫോംസിലും സെപ്പറേറ്റ് ആയിരിക്കും. സൈഫോണൽസിലൊക്കെ ആണെങ്കിൽ പെക്റ്റിന്റെ അളവ് കൂടുതലായിട്ട് കാണപ്പെടും. എന്നാൽ സ്പൈറോഗയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഔട്ടർ ലെയർ പെക്ടോസിന് പകരം പെക്റ്റിൻ, അത് റീപ്ലേസ് ചെയ്ത് പെക്റ്റിൻ ആയിരിക്കും കാണപ്പെടുന്നത്. പ്രോട്ടോപ്ലാസ്റ്റ് നേച്ചർ നോക്കാം. പ്ലാസ്മ മെമ്പർ പ്രസന്റ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിന് മൂന്ന് ലെയർ ഉള്ള പ്ലാസ്മ മെമ്പറെ കാണാൻ കഴിയും. പിന്നീട് ലാർജ് വാക്യൂൾ, അക്വാട്ടിക് ഫോംസ് ആയതുകൊണ്ട് തന്നെ വാക്യൂൾസ് കാണപ്പെടും. അത് അഡ്വാൻസ് ഫോംസിൽ ലാർജ് വാക്യൂൾസ് കാണാൻ കഴിയും. ചിലതിൽ കോൺട്രാക്ടൽ വാക്യൂൾസ്, അതായത് ലോവർ ഫോംസിലൊക്കെ എസ്ക്രീഷൻ ഓസ്മോ റെഗുലേഷൻ സഹായിക്കുന്ന കോൺട്രാക്ടൽ വാക്യൂൾസും കാണപ്പെടുന്നു. വാക്യൂൾസിന്റെ മെമ്പറൈൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്ത് പേരാണ് അറിയപ്പെടുന്നത്? ടോണോപ്ലാസ്റ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സെല്ലുകളിൽ കാണപ്പെടുന്ന ബിഗ് ആയിട്ടുള്ള വലിയ സെൻട്രലി ലൊക്കേറ്റഡ് ആയിട്ടുള്ള വാക്യൂളിനെ ട്രാൻസ്ഫേസ് ചെയ്തുകൊണ്ട് ചില സ്ട്രാൻഡുകൾ, സൈറ്റോപ്ലാസ്മിക് സ്ട്രാൻഡുകൾ കാണാൻ കഴിയും. ഈ കണ്ടീഷനെ പ്രൈമോഡിയൽ യൂട്രിക്കിൾ എന്ന പേരാണ് അറിയപ്പെടുന്നത്. പ്രൈമോഡിയൽ യൂട്രിക്കിൾ, അതായത് വാക്യൂളിനെ ട്രാൻസ്ഫേസ് ചെയ്തുകൊണ്ട് ചില സൈറ്റോപ്ലാസ്മിക് സ്ട്രാൻഡ്സ് കാണപ്പെടുന്നതിനെ ആ കണ്ടീഷനെ പ്രൈമോഡിയൽ യൂട്രിക്കിൾ എന്നാണ് അറിയപ്പെടുന്നത്. പ്ലാസ്മോഡെസ്മാറ്റ പ്രസന്റ് ആണ്. സെല്ലുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന സെൽവാളിലൂടെയുള്ള ചെറിയ മൈനറ്റ് ഓപ്പണിങ്ങിനെ പ്ലാസ്മോഡെസ്മാറ്റ് എന്ന് പറയും. അത് പ്രസന്റ് ആയിരിക്കും. ക്ലോറോപ്ലാസ്റ്റ് ഉള്ളവരായിരിക്കും. നെക്സ്റ്റ് ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ നോക്കാം. സാധാരണ മറ്റ് ആൽഗകളിലൊക്കെ ക്ലോറോപ്ലാസ്റ്റ് അറിയപ്പെടുന്ന പേര് ക്രൊമാറ്റോഫോർസ് എന്ന പേരിലാണ്, എക്സെപ്റ്റ് യൂഗ്ലിനോഫൈറ്റ. യൂഗ്ലിനോഫൈറ്റ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും പല ആൽഗകളിലും ക്രൊമാറ്റോഫോർസ് എന്ന പേരിലാണ് ക്ലാസിക്സ് അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് കാണപ്പെടുന്നത്. കാരണം എന്ന് വെച്ചാൽ ക്ലോറോഫിൽ ബി ആബ്സെന്റ് ആയതുകൊണ്ടാണ്. ക്രൊമാറ്റോഫോഴ്സിൽ ക്ലോറോഫിൽ ബി ഇല്ല, എന്നാൽ പ്ലാന്റ്സിൽ ക്ലോറോഫിൽ എയും ബിയും കാണപ്പെടും. അപ്പൊ ക്ലോറോഫിൽ ബിയും കൂടെ ഉണ്ടെങ്കിൽ അതിനെ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയാൻ, ഇല്ലെങ്കിൽ അതിനെ ക്രൊമാറ്റോഫോഴ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഷേപ്പ്, പല ആളുകളിലും ഈ ക്ലോറോപ്ലാസ്റ്റ് പല ഷേപ്പിലാണ് കാണപ്പെടുന്നത്. ക്ലാമഡോമോണസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ കപ്പ് ഷേപ്പിലാണ് കാണപ്പെടുന്നത്. എന്നാൽ യൂളോത്രിക്സ് എന്ന ആളുകളിൽ ഗിർഡിൽ അല്ലെങ്കിൽ കോളാർ ഷേപ്പിലായിരിക്കും കാണപ്പെടുന്നത്. സ്പൈറോഗേറ പേര് പോലെ തന്നെ സ്പൈറൽ ആൻഡ് റിബൺ ഷേപ്പിലാണ് കാണപ്പെടുന്നത്. റെറ്റിക്കുലേറ്റ് ഷേപ്പിലും വലക്കണ്ണുകൾ പോലെ കാണപ്പെടുന്ന ഓയിഡഗോണിയം എന്ന സ്പീഷീസിലും, സ്റ്റാർ ആകൃതി അല്ലെങ്കിൽ സ്റ്റെല്ലേറ്റഡ് ആ മാനറിലെ സൈനീമ എന്ന ആൽഗകളിലും, ഡിസ്ക് ഷേപ്പ് കോളർ പേല് ഡിസ്കിന്റെ ആകൃതിയിലും, ഡീബാരിയ എന്ന ആൽഗയിൽ ബാൻഡ് ഷേപ്പിലും, മൗജിയോഷ്യ എന്ന ആൽഗയിൽ പ്ലേറ്റുകൾ പോലെയാണ് കാണപ്പെടുന്നത്. മേജർ പിഗ്മെന്റ്സ്, ക്ലോറോപ്ലാസ്റ്റിലുള്ള മേജർ പിഗ്മെന്റ്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമുക്കറിയാം ക്ലോറോഫിൽ എ, ദാറ്റ് ഇസ് എ യൂണിവേഴ്സൽ പിഗ്മെന്റ്. ഏത് പ്ലാന്റിലും കാണപ്പെടുന്ന മേജർ പിഗ്മെന്റ് ആണ് ക്ലോറോഫിൽ എ. അതോടൊപ്പം ആൽഗയാണെങ്കിൽ ക്ലോറോഫിൽ ബി കാണും, ചിലതിൽ സി കാണും, ചിലതിൽ ഡി. അത് ഓരോ ആളുകൾ വ്യത്യാസം. ബ്രൗൺ ആൽഗയാണെങ്കിൽ സി ആയിരിക്കും, റെഡ് ആൽഗയിൽ ഡി ആയിരിക്കും, അങ്ങനെ ടൈപ്പ് കാണും. ഗ്രീൻ ആളുകൾ കൂടുതലും കാണപ്പെടുന്നത് ക്ലോറോഫിൽ എയും ബിയുമാണ്. അതോടൊപ്പം കരോട്ടിനും സാന്തോഫിലും കാണപ്പെടുന്നു. ഈ ആളുകളിലൊക്കെ സാധാരണ കാണപ്പെടുന്ന ഒരു കരോട്ടിനാണ് ബീറ്റ കരോട്ടിൻ. അത് കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു കരോട്ടിനാണ്. എന്നാൽ പോളർ ടെയിൽ കാണപ്പെടുന്നത് ആൽഫ കരോട്ടിനായിരിക്കും. സാന്തോഫിൽ കാണപ്പെടുന്നു പറഞ്ഞല്ലോ, അത് പല ടൈപ്പിലാണ് പല ആളുകളിൽ കാണപ്പെടുന്നത്. വയോൾ സാന്തിൻ, ലൂട്ടീൻ, നിയോസാന്തിൻ, ആസ്റ്റാസാന്തിൻ തുടങ്ങിയ പല ഫോംസിൽ പല ആളുകളിൽ കാണപ്പെടുന്നു. ക്ലോറോപ്ലാസ്റ്റിന്റെ ഫൈൻ സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് ഈസ് കവേർഡ് ബൈ ഡബിൾ മെമ്പർ സിസ്റ്റം. ക്ലോറോപ്ലാസ്റ്റിന്റെ നമ്മൾ പഠിച്ചിട്ടുള്ളത് പോലെ തന്നെ 2 മെമ്പറുള്ള സിസ്റ്റം ആയിരിക്കും കാണപ്പെടുന്നത്. അതുപോലെ ലാമല്ല, സാറ്റലൈറ്റ് സ്ട്രക്ചർ ലാമല കാണപ്പെടുന്നുണ്ട്. അതിനകത്തൊരു ഫ്ലൂയിഡ് ഉണ്ട്, സ്ട്രോമ എന്നാണ് പേര് അറിയപ്പെടുന്നത്. ആ ലാമലയ്ക്കകത്ത് കാണുന്ന അറകളെ ലോക്യൂലസ് അല്ലെങ്കിൽ ലോക്യൂൾസ് എന്നറിയപ്പെടും. പിന്നീട് ഗ്രാന ലൈക്ക് സ്ട്രക്ചേഴ്സ് പ്രസന്റ്, ഗ്രാന പോലെ തോന്നിക്കുന്ന അടിക്കരിക്കുള്ള സ്ട്രക്ചർ, ലാമല അടുക്കി
കാണപ്പെടുന്ന ഗ്രാനലൈറ്റ് സ്ട്രക്ചർ പ്രസന്റ് ആയി. ഇനി ഈ സ്ട്രോമയിൽ ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രോമയിൽ കാണുന്ന റൈബോസും പ്രോകാരിയോട്സിൽ കാണുന്ന 70S ടൈപ്പ് റൈബോസും തന്നെയാണ് കാണപ്പെടുന്നത്. ഈ ക്ലോറോപ്ലാസ്റ്റിന്റെ അകത്ത് ഗ്ലോബ്യൂൾസ് ചില ഗ്രെയിൻസ് പോലുള്ള സ്ട്രക്ചർ ഈ സ്ട്രോമയിൽ കാണപ്പെടും. നെക്സ്റ്റ് വൺ പൈറിനോഡ്. ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ഗ്രീൻ ആളുകളുടെ പ്രധാന പ്രത്യേകത പ്രസൻസ് ഓഫ് പൈറിനോഡ്. എന്താണ് പൈറിനോഡ് എന്ന് വെച്ചാൽ ക്ലോറോപ്ലാസ്റ്റിൽ കാണപ്പെടുന്ന ഒരു സ്റ്റോറേജ് ബോഡിയാണ്, ഒരു പ്രോട്ടീൻ കോറും അതിന് ചുറ്റുമായിട്ട് സ്റ്റാർച്ചിന്റെ ലെയറിൽ കാണപ്പെടുന്ന ഒരു നോൺ മെംബ്രെയിൻ ഇല്ലാത്ത ഡെൻസ് ആയിട്ടുള്ള ഒരു റൗണ്ട് അല്ലെങ്കിൽ ഒരു ബൗണ്ടഡ് ബോഡീസിന് വിളിക്കുന്ന പേരാണ് പൈറിനോഡ്സ് എന്ന് പറയുന്നത്. പ്രത്യേകത ഇതിനകത്ത് ഒരുപാട് സ്റ്റാർച്ചിന്റെ ലെയറുകൾ കാണാൻ കഴിയും. മറ്റൊരു പ്രത്യേകത സ്റ്റാർച്ചിന്റെ സിന്തസിന് മാത്രമല്ല അത് സ്റ്റോർ ചെയ്യാനും അതുപോലെ എനർജി യൂസേജിനും ഒക്കെ സഹായിക്കുന്നത് പൈറിനോഡാണ്. മറ്റൊരു പ്രത്യേകത ഫോട്ടോ സമയത്ത് കാർബൺ ഡയോക്സൈഡുമായി ഫിക്സ് ചെയ്യാൻ റുബിസ്കോ എൻസൈമിനെ പ്രാപ്തമാക്കുന്ന അതിനെ എൻഹാൻസ് ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണ് പൈറിനോഡ് എന്ന് പറയുന്നത്. മറ്റൊരു പ്രത്യേകതയാണ് ക്ലോറോപ്ലാസ്റ്റിൽ കാണപ്പെടുന്ന ഐസ്പോട്ട് അഥവാ സ്റ്റിഗ്മ എന്ന് പറയും. അതൊരു ഫോട്ടോ റിസെപ്റ്റീവ് ഓർഗനിലാണ്, ക്ലോറോപ്ലാസ്റ്റിലാണ് കാണപ്പെടുന്നത്. നിർമ്മിച്ചിരിക്കുന്നത് കരോട്ടോയിഡ് റിച്ച് പിഗ്മെന്റ് ഗ്രാനുൾസും അതുപോലെ ഫോട്ടോ റിസെപ്റ്റർ പ്രോട്ടീനുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ലൈറ്റിനെ സെൻസ് ചെയ്യാനും അതിന്റെ ഡയറക്ഷനെ പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കും. ഇപ്പൊ ലൈറ്റിന് നേരെ വളരാനോ അല്ലെങ്കിൽ ലൈറ്റിന് നേരെ ഗ്രോ ചെയ്യാനോ ലൈറ്റിന് ഓപ്പോസിറ്റ് ആയിട്ട് വളരാനോ ഒക്കെ സെൻസ് ചെയ്യാൻ സഹായിക്കുന്നത് ഈ ഒരു സെൻസറി ഓർഗൻ ആയിട്ടുള്ള ഐസ്പോട്ട്. ഇത് കൂടുതലും മോട്ടൈൽ ഫോം ചലിക്കാൻ കഴിയുന്ന ഗ്രീൻ ആളുകളാണ് സാധാരണ കാണപ്പെടുന്നത്. ഫ്ലജല്ല. മോട്ടൈൽ ആയിട്ടുള്ള ഫോംസിൽ കൂടുതലും ഗ്രീൻ ആൾ കാണപ്പെടുന്ന ലോക്കോമോട്ടറി ഓർഗനാണ് ഫ്ലജല്ല എന്ന് പറയുന്നത്. സാധാരണ 2 ഫ്ലജലയോ 4 ഫ്ലജലയോ കാണപ്പെടും. അത് എപ്പിക്കലായിട്ട് ആ സെല്ലിന്റെ ടിപ്പിലായിട്ട് കാണപ്പെടും. അത് ഈക്വൽ ലെങ്തിലാണ് കാണപ്പെടുന്നതെങ്കിൽ അതിനൊരു ആ കണ്ടീഷന്റെ ഒരു പേര് ഐസോകോണ്ട് എന്ന് പറയും. ഇപ്പൊ 2 ഫ്ലജല്ല 2 ഒരേ ലെങ്തിലാണ് കാണപ്പെടുന്നത് ഐസോകോണ്ട് കണ്ടീഷനിലായിരിക്കും. എപ്പെക്സിലാണ് അറേഞ്ചിരിക്കുന്നത് ആ കണ്ടീഷൻ ഐസോകോണ്ട് എന്ന് പറയുന്നത്. എന്നാൽ ചില മെമ്പേഴ്സിൽ 2 മുതൽ 8 ഫ്ലജല്ല വരെ കാണപ്പെടുന്നുണ്ട്. സാധാരണ ഫ്ലജല്ല വിപ്ലാഷ് ടൈപ്പ് ആണ്, അക്രോനിമാറ്റിക് ടൈപ്പ് എന്ന് പറയും. എന്താ സ്മൂത്ത് ആയിട്ട് മറ്റ് ഹെയർ ഒന്നും കാണാത്ത ഒരു ചാട്ടവാറ പോലെ കാണപ്പെടുന്ന വിപ്ലാഷ് ടൈപ്പ് അല്ലെങ്കിൽ അക്രോനിമാറ്റിക് ടൈപ്പ് ഫ്ലജല്ലാണ് സാധാരണ ഗ്രീൻ ആളുകൾ കാണപ്പെടുന്നത്. ഫ്ലജല്ലം കൺസിസ്റ്റ് ഓഫ് ബ്ലിഫാരോപ്ലാസ്റ്റ് ഓർ ബേസൽ ബോഡി ആൻഡ് ഫിലമെന്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫിലമെന്റ് ബേസൽ ബോഡി ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ ഒരു ഫ്ലജല്ലയുടെ സ്ട്രക്ചറിൽ. ഇവിടെ ബേസൽ ബോഡിക്ക് പറയുന്ന മറ്റൊരു വാക്കാണ് ബ്ലിഫാരോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ഫിലമെന്റ് നിർമ്മിച്ചിരിക്കുന്ന സെന്റർ കോർ പോർഷനെ ആക്സോണിയം എന്ന് പറയും. സാധാരണ ഫിലമെന്റിൽ പഠിച്ചിരിക്കുന്നത് പോലെ 9+2 അറയിലെ മൈക്രോ ഫൈബേഴ്സ് കൊണ്ട് തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട റീപ്രഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ടൈപ്പാണ് വെജിറ്റേറ്റീവ് റീപ്രഷൻ. നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ട് ഞാൻ പേരുകൾ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. സെൽ ഡിവിഷൻ, സെല്ലുകൾ ഡിവൈഡ് ചെയ്ത് പുതിയ തലങ്ങൾ ഉണ്ടാക്കുന്നു. മെജോറിറ്റി കാണപ്പെടുന്ന ടൈപ്പാണ് ഫ്രാഗ്മെന്റേഷൻ. പിന്നെ അക്കൈനൈറ്റ്സ് ഫോർമേഷൻ, അതെന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. പിത്തോഫോറയിലും അതുപോലെ ക്ലാഡോഫോറയിലും കാണപ്പെടുന്ന ആളുകളിൽ കൂടുതലും അക്കൈനൈറ്റ്സ് ഫോർമേഷൻ കാണപ്പെടുന്നു. പിത്തോഫോറയുടെ പേര് ഹോഴ്സ് ഹെയർ ആൽഗ എന്നോ അല്ലെങ്കിൽ വാട്ടർ ബോൾ എന്നറിയപ്പെടുന്ന ആളുകളാണ്. ഇതിലൊക്കെ കൂടുതലായിട്ടും അക്കൈനൈറ്റ് ഫോർമേഷൻ കാണപ്പെടുന്നു. അസെക്ഷൽ റീപ്രഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. സൂസ്പോറുകൾ, അപ്ലോനോസ്പോറുകൾ, ഓട്ടോസ്പോറുകൾ, ഹിപ്നോസ്പോറുകൾ. ഹിപ്നോസ്പോർ എന്നത് തിക്ക് വാൾഡ് ആയിട്ടുള്ള അപ്ലോനോസ്പോറുകളായിരിക്കും. ഓട്ടോസ്പോർ എന്ന് വെച്ചാൽ സെയിം സൈസിൽ പാരന്റ് ബോഡിയുടെ സെയിം സൈസിൽ ഉണ്ടാകുന്ന സ്പോറുകളായിരിക്കും. നെക്സ്റ്റ് വൺ സെക്ഷൽ റീപ്രഷൻ. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഐസോഗമി, അനൈസോഗമി, യൂഗമി. ഐസോഗമി കാണിക്കുന്ന സ്പീഷീസ് ഏതൊക്കെ നോക്കാം. ക്ലാബ്ഡോമോണസ്, സൈനീമ, യൂളോത്രിക്സ് സ്പൈറോഗറ. ഈ ഫോംസിലൊക്കെ സൈഗോസ്പോർ പ്രസന്റ് ആയിരിക്കും. അനൈസോഗമി കാണിക്കുന്ന യൂഡോറിനെ പോലുള്ള സ്പീഷീസിൽ അവിടെയും സൈഗോസ്പോർ ഫോം ചെയ്യുന്നുണ്ട്. ഊഗമി കാണിക്കുന്ന സ്പീഷീസുകളാണ് വോൾവോക്സ്, ടിയാര, അതുപോലെ ഓവിഡഗോണിയം, കോളിയോകീറ്റ്. ഇവിടെയൊക്കെ ഉണ്ടാകുന്ന ആ പുതിയ സ്പോറിനെ ഊസ്പോർ എന്നാണ് അറിയുന്നത്. ഈ ആളുകളിലെ റിസർവ് ഫുഡ് മെറ്റീരിയൽസ് കൂടുതലും സ്റ്റാർച്ച് രൂപത്തിലായിരിക്കും. ഫുഡ് റിസർവ് ചെയ്ത് വെക്കുന്നത് സ്റ്റാർച്ച് രൂപത്തിലോ ചില ഫോംസിൽ ഓയിൽ ഡ്രോപ്ലെറ്റ് ഫോംസിലും സ്റ്റോർ ചെയ്ത് വെക്കാറ്. ലൈഫ് സൈക്കിൾ എടുക്കുകയാണെങ്കിൽ മെജോറിറ്റി ലൈഫ് സൈക്കിളും ഹാപ്ലോയിഡ് ലൈഫ് സൈക്കിളാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്താണ് ഹാപ്ലോയിഡ് ലൈഫ് സൈക്കിൾ എന്ന്. സ്പൈറോഗറ, വോൾവോക്സ്, ക്ലാമഡോമോണസ് ആൻഡ് യൂളോത്രിക്സ് പോലുള്ള ഹാപ്ലോയിഡ് ലൈഫ് സൈക്കിൾ കാണിക്കുന്നുണ്ട്. എന്നാൽ ചില ആളുകൾ ഡിപ്ലോയിഡ് ലൈഫ് സൈക്കിളും കാണിക്കുന്നുണ്ട്. എക്സാമ്പിൾ കോളർക്ക, ചില ക്ലാഡോഫോറയുടെ സ്പീഷീസുകൾ. അതുപോലെ ഡിപ്ലോ ഹാപ്ലോയിഡ് ലൈഫ് സൈക്കിൾ കാണിക്കുന്ന ആളുകളുണ്ട്. അൾവ, ക്ലാഡോഫോറ പോലുള്ള ആളുകളൊക്കെ ഡിപ്ലോ ഹാപ്ലോ ഡിപ്ലോ ലൈഫ് സൈക്കിൾ കാണിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്ലോറോഫൈറ്റ് എന്ന ക്ലാസിനെ കുറിച്ചാണ്. ക്ലോറോഫൈസി എന്ന ക്ലാസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട മെയിൻ പോയിന്റുകളാണ് പറഞ്ഞിരിക്കുന്നത്.
അടുത്ത ക്ലാസ്സിൽ ഈ ക്ലോറോഫൈറ്റ്സ് തന്നെ വീണ്ടും ഡിസ്കസ് ചെയ്യും. ഇതിന്റെ ക്ലാസിഫിക്കേഷനും ഓരോ ക്ലാസ്സിനകത്തുള്ള മെയിൻ പോയിന്റുകളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ജനറൽ ആയിട്ട് പറഞ്ഞതുകൊണ്ട് നമുക്ക് അത് ചെറിയൊരു അവ്യക്തത ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഈ ക്ലാസിഫിക്കേഷനിൽ ഓരോ ക്ലാസ്സിനകത്തും ഫാമിലിക്കകത്തുള്ള മെയിൻ പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് പഠിക്കാം. ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.